സാർ, ടെൻഷൻ അടിക്കാതിരിക്കൂ. താങ്കളുടെ സയന്റിസ്റ്റ് വല്യച്ഛൻ കുറച്ചു നേരത്തിനകത്ത് ഇങ്ങോട്ട് വരും എന്നല്ലേ പറഞ്ഞത്? എന്റെ കിറ്റി, ഇപ്പൊ റോഡിൽ മാസ്ക് ഇല്ലാതെ ഇറങ്ങുന്നത് തെറ്റാണ്. കുറച്ചു നേരത്തേക്ക് വല്യച്ഛൻ വരുമെന്ന് പറഞ്ഞത് 4 ദിവസം മുൻപാണ്. അടി കൈ. എന്റെ അമ്മോ, ആരേത്? മതി കവിത പറഞ്ഞത്. പോയി വാതിൽ തുറക്ക്. വല്യച്ഛനായിരിക്കും. ഹണിബണി നിങ്ങളായിരുന്നോ? അതെ, സുഖമാണ്. കണ്ണ സാറേ, എന്റെ ഹണി, എനിക്കും സുഖമാണ്. അതിന് സാറിനോട് ആരാ സുഖമാണെന്ന് ചോദിച്ചേ? കുറച്ച് പഞ്ചസാര കിട്ടോ? ഞങ്ങക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ടാ. ആ, ബിരിയാണിയിൽ എന്തിനാ പഞ്ചസാര ഇടുന്നത്? അത് പിന്നെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് അവസാനം തലവേദന എടുക്കും. അപ്പൊ തലവേദന എടുക്കുമ്പോ ഏതായാലും ചായ ഉണ്ടാക്കണമല്ലോ. ആ സമയത്ത് പഞ്ചസാര കണ്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് ചോദിക്കണ്ടേ? കുറച്ച് പഞ്ചസാര തരോ? ആ, വല്യച്ഛൻ വന്നു എന്നാ തോന്നുന്നത്. വല്യച്ഛ, പണ്ട് വല്യച്ഛൻ എന്നെ മ്യൂസിയം കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ വല്യച്ഛനെ എവിടെയൊക്കെ അന്വേഷിച്ചു. അല്ല, വല്യച്ഛൻ എവിടെയായിരുന്നു? വല്യച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങേർക്ക് വേണ്ടി ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയത്. എന്റെ അപ്പോ, ഞാൻ പറയാൻ മറന്നുപോയതാ. ഞാൻ നിങ്ങളുടെ വീട് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ തക്കുടുവിന്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു. തക്കുടു, ഞാൻ തക്കുടു അല്ല, ബണിയാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മറവിയുണ്ടെന്നാ. മനസ്സിലായല്ലോ ടാപ്പി. പേര് മറന്നുപോയി. വല്ലാത്തൊരു മറവി തന്നെയാണ്. ഒരു കാര്യം പറയട്ടെ. തീർച്ചയായും പറയൂ. അതുകൊണ്ട് ഞാനൊരു അടിപൊളി റോബോട്ട് ഉണ്ടാക്കി. അതിനെല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അതിന് എവിടെയാ വച്ചതെന്ന് ഞാൻ മറന്നുപോയി. പോക്കറ്റിലുണ്ട്, കണ്ടോ? ഇതിനെ ചുമ്മാ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി പോപ്പട്ടുണ്ട്. ചോദിച്ചാൽ ഞങ്ങൾ തരുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഹണിയെ പോലുള്ള കൂട്ടുകാരെയും ഫുട്പാത്തിൽ വിൽക്കുന്ന ബനിയനുകളും രണ്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടരാ. ഇനി ഇവന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ ഞാൻ. എന്റെ പേരാണ് ജിബി. 34 GB ആണോ അതോ 64 GB യോ? ഏതാണ്? അല്ല, ഞാൻ പറഞ്ഞത് എനിക്കെല്ലാം അറിയാമെന്നാണ്. ആഹാ, എല്ലാം അറിയാമെങ്കിൽ ഒരു കാര്യം പറ. സൂര്യനിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഭൂമിയിലേക്ക്? 1,00,000 കോടി കിലോമീറ്റർ. ഇവനെ എന്തിനാ തത്തയാക്കിയേ? ഹണിയാക്കിയാ പോരായിരുന്നോ? ഇവനും എന്നെ പോലെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാൽ അടുത്ത ചോദ്യം, അക്ബർ തന്റെ അടുത്ത സുഹൃത്തായ ബീർബലിനോട് എന്താണ് പറഞ്ഞത്? ഇവിടെ വന്നിരുന്നാലും അടുത്തായിരുന്നില്ലേ, അതുകൊണ്ട് എപ്പോഴെങ്കിലും പറഞ്ഞു കാണും. ഇന്ന് രാവിലെ എന്റെ ബ്രേക്ക്ഫാസ്റ്റിൽ മുളക് പൊടി വാരിയിട്ടതാരാണ്? അയ്യോ, പിന്നെ നിന്നെ എന്തിനാ കൊറോണ ടെസ്റ്റ് നടത്താൻ വേണ്ടി വിളിച്ചു വരുത്തിയാണോ ഇവിടെ? ബണ്ണി, ഐ ആം സോറി. വല്യച്ഛ, ഞങ്ങൾക്ക് ഈ തത്ത ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ആലോചിക്കട്ടെ. കൊണ്ടുപോയിക്കോട്ടെ. തത്തയെ കൊണ്ടുപോകണമെങ്കിൽ ഇവന്റെ അമ്മയോടും അച്ഛനോട് ചോദിക്കണം. നിങ്ങൾ കൊണ്ടുപോയിക്കോ ഈ തത്തയെ വീട്ടിലേക്ക്. വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്നാ മതി. കാരണം ഇതിനെ എക്സിബിഷന് കൊണ്ടുപോകണം. അതും വൈകിട്ട് 4 മണിക്ക്. അടി കൈ. അയ്യോ സാർ, ഞാനല്ല, അയ്യോ സാർ, ഞാനല്ല, ഇവനാണ്. നിങ്ങളെല്ലാരും ഒരാൾ തന്നെയാണ് മോഷ്ടിച്ചത്. പക്ഷെ അതാരാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മോഷ്ടിച്ച ദീപനാണ്. ഇൻസ്പെക്ടർ പാണ്ഡ, ഈ റോബോ പറയുന്നത് സത്യമായിരിക്കും. ഇവനെ എല്ലാ കാര്യങ്ങളും അറിയാം. പോലീസ് തെളിവുകളൊന്നുമില്ലാതെ വിശ്വസിക്കില്ല. തെളിവ് ഞാൻ തരാം. ഇതാ നോക്കൂ, ഇവന്റെ താടിയിൽ ക്ലിപ്പുണ്ട്. അതുകൊണ്ട് എന്താണ് കാര്യം? നിങ്ങൾക്കറിയില്ലേ, കള്ളന്മാരുടെ താടിയിൽ എപ്പോഴും ക്ലിപ്പ് ഉണ്ടാകും. മാത്രമല്ല, നീ ഇവന്റെ വലിയമ്മയുടെ മകനാണ്. അതെ. അപ്പൊ നീയും കള്ളൻ തന്നെ. ഒരു കുടുംബത്തിൽ 2 കള്ളന്മാർ. താങ്ക് യു. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ നമ്മുടെ വംശത്തിന്റെ പേര് വാനോളം ഉയർത്തിയിരിക്കുകയാണ്. സംശയമുണ്ടോ? ആ തത്തേ, ഒരു കാര്യം അറിയണം. മാഡം ക്രീം ബിസ്ക്കറ്റ് എവിടെയാ വെച്ചിരിക്കുന്നേ? അലമാരയുടെ മുകളിൽ.
അയ്യോ, ഈ അലമാരിക്ക് മുകളിൽ ബിസ്ക്കറ്റ് ഒന്നും ഇല്ല. ബിസ്ക്കറ്റ് അലമാരയുടെ മുകളിൽ തന്നെ ഉണ്ട്, പക്ഷേ മുത്തശ്ശിയുടെ വീട്ടിലെ അലമാരയ്ക്ക് മുകളിലാണ്. എന്റെ അമ്മോ, ഇത് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അവിടെ എടാ തത്ത പറന്നു പോയി. അതെ, പറന്നുപോയി. തത്ത പറന്നു പോകുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ? എടാ പൂച്ചയുടെ മുഖമുള്ള കഴുതേ, അത് വല്യച്ഛന്റെ റോബോട്ടാണ്. അതെങ്ങാനും കാണാതെ പോയാ നമ്മൾ തന്നെ സമാധാനം പറയേണ്ടി വരും. സംശയമുണ്ടോ? അളിയ, ദേ വലിയച്ഛൻ വരുന്നുണ്ട്. ദോർദോർ ഞാനും തത്തയെ പിടിക്കാൻ പോവാ. അതുവരെ ഹണി പോപ്പട്ടെ. നിങ്ങൾ വലിയച്ഛനോട് സംസാരിച്ചിരിക്കണം. അതെ പാൽക്കാരൻ ചേട്ടാ, നാളെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പാക്കറ്റ് പാൽ എക്സ്ട്രാ വേണം. അല്ല, നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഹണി? ആ, ഹെയ്. അത് ശരി. അപ്പൊ വെളിച്ചൻ ഓർമ്മയുണ്ട്, വെളിച്ചൻ സയന്റിസ്റ്റ് ആണെന്ന്. ഞാൻ വിചാരിച്ച് മറന്നുപോയെന്ന്. എന്റെ റോബോട്ട് തത്ത എവിടെ പോയി? എന്റെ അമ്മേ, തത്തയുടെ കാര്യം വെളിച്ചനറിഞ്ഞ കഥ കഴിഞ്ഞത് തന്നെ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇതായിരിക്കുന്നു വെളിച്ചന്റെ തത്ത. വാ എന്റെ ചക്കര തത്തേ, ഇങ്ങോട്ട് വാ. കീ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയേ. ഇതെന്തിനാ ഒച്ച വെക്കുന്നത്? ഞാൻ എനിക്ക് വേണ്ടി ഒരു പുതിയ ഫംഗ്ഷൻ ഡൗൺലോഡ് ചെയ്തു. ആരെങ്കിലും കൊള്ളരുതായ്മ ചെയ്താൽ ശബ്ദിക്കും. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആരെങ്കിലും എന്നാ പറഞ്ഞേ. ഞം 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 ഞം. ഞാനിപ്പോ എന്താ പറഞ്ഞെന്ന് പറഞ്ഞേ. നീ ഇപ്പൊ പറഞ്ഞത് നിനക്ക് തല്ലുകൊള്ളാൻ ആഗ്രഹമുണ്ടെന്നാണ്. ഞാൻ നിന്നെ തല്ലാൻ പോവുകയാണ്. അടുത്ത ചോദ്യം. ആദ്യം വന്നത് കോഴിയാണോ അതോ മുട്ടയാണോ? അതെനിക്കറിയില്ല, കാരണം ഞാനല്ല ഹോസ്റ്റലിന്റെ വാർഡൻ. അതുകൊണ്ട് എനിക്കറിയില്ല ആദ്യം ആരാ വന്നതെന്ന്. ആണോ? എന്നാ പറ, ഞാനിപ്പോ എവിടുന്നാ വരുന്നത്? പണി പാടി. മാർക്കറ്റ് അല്ലല്ലോ. അത് പിന്നെ താങ്കൾക്ക് മറവിയുടെ അസുഖമുള്ളതുകൊണ്ട് താങ്കൾ മാർക്കറ്റിൽ പോയ കാര്യം മറന്നു. സംശയമുണ്ടോ? എനിക്കെല്ലാം അറിയാമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇവനെയും കൊണ്ട് പോവുകയാണ്. എക്സിബിഷന് പോണം. നിക്ക് റോബോട്ടെ, അവിടെ നിക്ക്. കിട്ടിപ്പോയി. ഇതാണ് എന്റെ റോബോട്ട് തത്ത. ടൺ ടൺ ലോഹം കൊണ്ടുള്ളതാണ് ഞാൻ. ഇവനെല്ലാം അറിയാം. ആഹാ, നോക്കട്ടെ. ആകാശത്ത് മൊത്തം എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞേ? ആകാശത്ത് 2 മില്യൺ നക്ഷത്രങ്ങളുണ്ട്. ആഹാ, കൊള്ളാലോ. അത് നിനക്കെങ്ങനെ അറിയാം? വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വാ, പോയി എണ്ണി നോക്കാം. ഇല്ല ഇല്ല, 2 മില്യൺ തന്നെയാണ് ഉള്ളത്. അടുത്ത ചോദ്യം. നമ്മുടെ ശരീരത്തിലാകെ എത്ര എല്ലുകളാ ഉള്ളത്? 506 എല്ലുകൾ. പക്ഷെ 206 കറക്റ്റ്. ഇനിയൊന്ന് എണ്ണി നോക്ക്, ചിലപ്പോ 506-ലും കൂടുതൽ കാണും. ഞാൻ വലിയച്ഛന്റെ ശ്രദ്ധ തിരിക്കാം. അപ്പോ നിങ്ങൾ പോപ്പട്ടിനെ മാറ്റി തത്തയെ വെക്കണം. എല്ലാവരും ശ്രദ്ധിക്കൂ. അഥവാ നിങ്ങൾക്ക് ചൂടുള്ള വാർത്ത വേണമെങ്കിൽ കേട്ടോളൂ. എനിക്ക് വായുവിൽ പറക്കാൻ കഴിയും. നിങ്ങൾ എന്നെ തന്നെ ശ്രദ്ധിക്കൂ. ഞാനിപ്പോ അന്തരീക്ഷത്തിൽ പറക്കും.
മിഷൻ സക്സസ്ഫുൾ. സംശയമുണ്ടോ? കൊള്ളാം, നിങ്ങൾ എന്റെ തത്തയെ നല്ലവണ്ണം ശ്രദ്ധിച്ചു. താങ്ക് യു ഗുഡു. ബണി 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 എന്നാണ് എന്റെ പേര്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾ വേഗം GK ബുക്ക് വായിക്കാൻ തുടങ്ങിക്കോളൂ. റോബോട്ടിനോട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാം. സംശയമുണ്ടോ?